ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 6ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് വാർഷിക മൂല്യനിർണ്ണയം 2023-24 വർഷത്തെ കേരള പാഠാവലിയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, അപ്പോൾ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്, അവയുടെ ആൻസേഴ്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ആദ്യത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് വായിക്കാം എഴുതാം എന്ന പ്രവർത്തനമാണ്. വിടർന്നു വരുന്ന ഒരു വാഴയുടെ കൂമ്പ് പോലെ ഞാൻ എൻ്റെ ചെറിയ കണ്ണുകൾ തുറന്ന് ചുറ്റുമുള്ള കാഴ്ചകൾ നോക്കി രസിക്കാൻ ആരംഭിച്ച കാലത്ത് ഒരു ദിവസം രാവിലെ സ്കൂളിൽ ചെന്നപ്പോൾ കേട്ടു, ഞങ്ങളുടെ ജാനമ്മ ടീച്ചർ സ്കൂളിൽ നിന്ന് പിരിഞ്ഞു പോകുന്നു. ആദ്യം ഞാനത് വിശ്വസിച്ചില്ല. എനിക്കവരെ വലിയ ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അമ്മുക്കുട്ടി കളവ് പറഞ്ഞതായിരിക്കും. അല്ലാതെ ജാനമ്മ ടീച്ചർ എവിടെയും പോവുകയില്ല. പോവുകയോ? നല്ല കഥ. എവിടേക്ക്? എന്തിന്? ഇനി അഥവാ പോവുകയാണെങ്കിൽ അതോർത്ത് സങ്കടം തോന്നി. സ്നേഹം നിറഞ്ഞ ഒട്ടേറെ അനുഭവങ്ങൾ ഓർമ്മിക്കുവാനുണ്ടായിരുന്നു എനിക്ക്. തിന്നുവാൻ പറ്റാത്ത ബിസ്ക്കറ്റ്. പത്മനാഭൻ എഴുതിയ ഒരു കുഞ്ഞു കഥയാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ എപ്പോഴും നമുക്കറിയാം, മലയാളത്തിൽ എപ്പോഴും നമുക്ക് ഇതേപോലെ ഒരു കോംപ്രിഹെൻഷനാണ് വരിക. ഒരു പാരഗ്രാഫ് തന്നിട്ട് അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ കവിതയായിരിക്കും. എന്തായാലും തന്നിട്ടുള്ളത് എന്താണോ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക. അതിനുശേഷം ഓരോ ചോദ്യങ്ങളായിട്ട് ഉത്തരം എഴുതാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, വിടർന്നു വരുന്ന വാഴയുടെ കൂമ്പ് എന്ന പ്രയോഗം എന്തിനെ സൂചിപ്പിക്കുന്നു? കണ്ണ്, പ്രഭാതം, കാഴ്ച. എന്തിനെയാണ്? കണ്ണിനെയാണ് സൂചിപ്പിക്കുന്നത്. ബി, എനിക്കവരെ വളരെ ഇഷ്ടമായിരുന്നു. ആരെ? അമ്മുക്കുട്ടിയെ, ജാനമ്മ ടീച്ചറെ, വാഴകളെ. ആരെയായിരുന്നു? ജാനമ്മ ടീച്ചറെയാണ്. ഇനി സി, ആദ്യം ഞാനത് വിശ്വസിച്ചില്ല. എന്ത്? അമ്മുക്കുട്ടി കളവ് പറഞ്ഞത്, ജാനമ്മ ടീച്ചർ പിരിഞ്ഞു പോകുന്നത്, ചുറ്റിനുമുള്ള കാഴ്ചകൾ കണ്ടത്. ഏതാണ് വിശ്വസിക്കാത്തത്? ജാനമ്മ ടീച്ചർ പിരിഞ്ഞു പോകുന്നത്. ഡി, അമ്മുക്കുട്ടി കളവ് പറഞ്ഞതായിരിക്കും എന്ന് ചിന്തിക്കാൻ കാരണം എന്ത്? ജാനമ്മ ടീച്ചറിനെ ഇഷ്ടമായിരുന്നതിനാൽ, അമ്മുക്കുട്ടിയെ ഇഷ്ടമില്ലാത്തതിനാൽ, മറ്റാരും സ്നേഹിക്കാത്തതിനാൽ. എന്തുകൊണ്ടാണ്? ജാനമ്മ ടീച്ചറെ ഇഷ്ടമായിരുന്നതിനാൽ. ഈ സ്നേഹം നിറഞ്ഞ ഒട്ടേറെ അനുഭവങ്ങൾ ഓർമ്മിക്കുവാനുണ്ടായിരുന്നു എനിക്ക്. അവ ഓർമ്മിച്ചപ്പോൾ ഉണ്ടായ വികാരം എന്ത്? സന്തോഷം, കാരുണ്യം, സങ്കടം. എന്തായിരുന്നു? സങ്കടമായിരുന്നു. ഓക്കെ, അപ്പോൾ എ ഉത്തരം കണ്ണ്, ബി ജാനമ്മ ടീച്ചറിനെ, സി ജാനമ്മ ടീച്ചർ പിരിഞ്ഞു പോകുന്നത്, ഡി ജാനമ്മ ടീച്ചറിനെ ഇഷ്ടമായിരുന്നതിനാൽ, ഈ സങ്കടം. ഓക്കെ, പ്രവർത്തനം 2 ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക എന്നുള്ളതാണ്. അറിയാനുള്ളത് എന്ന് അഭിരാമിയുടെ ഒരു കുഞ്ഞു കവിതയുടെ തന്നിട്ടുണ്ട്. കാറ്റിനോട് ഒരു കഥ കൂടി ചോദിച്ചറിയണമെന്നുണ്ട്. കടലിനൊപ്പം കരയണമെന്നും ആകാശത്തോട് ഒരാശ പറയണമെന്നും ആ ചില്ലയിലെ അണ്ണാറക്കണ്ണനോട് ഒരു പുതിയ പഴത്തിൻ്റെ രുചി അറിയണം. സ്ഫടികപാത്രത്തിലെ പരൽ മീനുകളോട് പുഴയുടെ സ്വപ്നമറിയണം. ഒറ്റയ്ക്കിരിക്കാൻ നേരമില്ലാത്തതിനാൽ, നാവിൽ നാട്ടുഭാഷ വിടരാത്തതിനാൽ ഓരോന്നും വഴിയിൽ ഉപേക്ഷിച്ചു ഞാൻ പാഞ്ഞു പോകുന്നു. അഭിരാമി എഴുതിയതാണ്. ഓക്കെ, സാധ്യമെന്ത് എന്ന കവിതയിലെ വരികൾ നിങ്ങൾ ആസ്വദിച്ചതാണല്ലോ. അറിയാനുള്ളത് എന്ന കവിതയ്ക്ക് ഒരു ആസ്വാദന കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കവിത വായിച്ചിട്ട് അതിലെ ആശയങ്ങൾ എന്തൊക്കെയാണോ എന്നതാണ് നമ്മൾ ആസ്വാദന കുറിപ്പിൽ എഴുതേണ്ടത്. നമുക്ക് എഴുതി നോക്കാം. അഭിരാമി എഴുതിയ അറിയാനുള്ളത് എന്ന കവിതയാണ് ഇവിടെ തന്നിട്ടുള്ളത്. ജീവിക്കാനുള്ള ഓട്ടപ്പാച്ചിലിനിടയിൽ പ്രപഞ്ചത്തിൻ്റെ സൗന്ദര്യമോ അതിൻ്റെ ഭംഗിയോ ആസ്വദിക്കാൻ മനുഷ്യന് കഴിയുന്നില്ല. പൂക്കൾ നിറഞ്ഞ ചെടികളും പുല്ലുപായ വിരിച്ച താഴ്വരകളും താമരപ്പൂക്കൾ നിറഞ്ഞ കുളങ്ങളും മഴവില്ല് ആകാശവും എല്ലാം നമുക്കായി കാഴ്ച വിരുന്നൊരുക്കി കാത്തിരുന്നിട്ടും നമ്മൾ ഒന്നും കാണുന്നില്ല. ഈ ആശയമാണ് സാധ്യമെന്ത് എന്ന കവിതയിലൂടെ പറയുന്നത്. ഇതേ രീതിയിലുള്ള ആശയം തന്നെയാണ് അറിയാനുള്ളത് എന്ന കവിതയിലും പങ്കുവെക്കുന്നത്. കാറ്റിനോട് കഥ പറയാനും കടലിനൊപ്പം കരയാനും അണ്ണാറക്കണ്ണനോട് പുതിയ പഴത്തിൻ്റെ രുചി അറിയാനും സ്ഫടികപാത്രത്തിലെ പരൽമീനിനോട് പുഴയുടെ സ്വപ്നം അറിയാനും ഒക്കെ ആഗ്രഹമുണ്ട്. എന്നാൽ സമയമില്ലാത്തതിനാൽ എല്ലാം ഉപേക്ഷിച്ചു ജീവിതത്തിരക്കിലേക്ക് പോകുന്ന കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. ജീവിതം എന്ന 3 അക്ഷരത്തെ കെട്ടിപ്പടുക്കാനും തിരക്കിൽ നിന്ന് തിരക്കിലേക്ക് ഓടാനുമാണ് മനുഷ്യന് സമയം. ചുറ്റുമുള്ള കാഴ്ചകളെ ആസ്വദിക്കാനോ കാണാനോ അവന് സമയമില്ല. ജീവിതം ആസ്വദിക്കാതെ മരണം വരെ സംഘർഷം നിറഞ്ഞ മനസ്സുമായി ജീവിക്കുന്നതിൽ അർത്ഥമില്ലെന്ന കാഴ്ചപ്പാടാണ് ഈ കവിതയിലൂടെ കവിയത്രി പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് കവിതയിൽ പറയുന്നത് എന്നാണ് നമ്മളവിടെ എഴുതേണ്ടത്. ഇനി ഇതിലെ ബി ചോദ്യം, ആകാശം എന്ന് അർത്ഥം വരുന്ന പദം ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. വാനം, വാഹിനി, മുകിൽ. ഏതാണ്? വാനം എന്നുള്ളതാണ് ആകാശം എന്ന അർത്ഥം വരുന്നത്. പ്രവർത്തനം 3 വിശകലന കുറിപ്പാണ്. എല്ലാം കിണറും വറ്റിയിരിക്കുന്നു. കുളവും കൈത്തോടും പുഴയും വറ്റിയിരിക്കുന്നു. കടവിൽ കയറ്റി വെച്ചിരിക്കുന്ന കടത്തുവെള്ളത്തിൻ്റെ പിരിഞ്ഞ അമരത്ത് ഒന്നും ചെയ്യാനില്ലാതെ
മുട്ടിനടിയിൽ തല തിരുകിയിരിക്കുന്ന കടത്തുകാരനെ ഞാൻ കണ്ടു. നദിക്കരയിലെ വരണ്ട മണലിൻ്റെ മുനകളിൽ അവൻ്റെ കണ്ണുകൾ ഉടക്കിക്കിടക്കുന്നു. ശാന്ത കടമ്മനിറ്റ. പുഴകൾ വറ്റിയാൽ മനുഷ്യജീവിതം വറ്റുന്നു. മനുഷ്യവംശത്തിൽ നിന്നും സംസ്കാരം ഊർന്നു പോകുന്നു. പുഴകൾ ദേവതകൾ NP മുഹമ്മദിൻ്റെതാണ്. കടമ്പനിട്ട് അവതരിപ്പിക്കുന്ന പുഴയുടെ ദൈന്യതയും NP മുഹമ്മദിൻ്റെ അഭിപ്രായവും വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് മനുഷ്യജീവിതവും ഈ പുഴയും തമ്മിലുള്ള ബന്ധം അല്ലെങ്കിൽ സംസ്കാരം തമ്മിലുള്ള ബന്ധം എങ്ങനെയൊക്കെയെന്നാണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്കൊരു വിശകലന കുറിപ്പ് എഴുതി നോക്കാം. ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് വിശേഷിപ്പിക്കുന്ന കേരളം നദികളും തോടുകളും വയലുകളും മലകളും കൊണ്ട് മനോഹരവും സമ്പന്നവുമാണ്. മാത്രമല്ല നമ്മുടെ നാടിൻ്റെ സംസ്കാരം കൂടിയാണ് ഇത്തരത്തിലുള്ള നദികളും പുഴകളുമൊക്കെ. കുട്ടിക്കാലം മുതൽ തന്നെ ജീവിതവുമായി അടർത്തിയെടുക്കാനാവാത്ത വിധത്തിൽ ബന്ധപ്പെട്ട് കിടക്കുന്ന കല്ലായി പുഴയെ ഓർമ്മിക്കുകയാണ് തൻ്റെ ലേഖനത്തിലൂടെ എഴുത്തുകാരനായ NP മുഹമ്മദ്. പുഴ ജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. ഒരു നാടിൻ്റെ സംസ്കാരമായി മാറുന്ന കാഴ്ചയാണ് ഈ ലേഖനത്തിൽ MP മുഹമ്മദ് അവതരിപ്പിച്ചിരിക്കുന്നത്. മനുഷ്യൻ്റെ അനിയന്ത്രിതമായ ഇടപെടൽ മൂലം പുഴകളെല്ലാം നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. വരണ്ടു കിടക്കുന്ന പുഴയുടെ ശോചനീയാവസ്ഥയിൽ കടത്തുകാരന് ജോലിയില്ലാത്ത അവസ്ഥയും കാണാൻ കഴിയുന്നു. മനുഷ്യൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് പലപ്പോഴും പുഴകളെ ഉപയോഗിക്കേണ്ടി വരുന്നത്. അതുമൂലം സംസ്കാരവും പല ആളുകളുടെയും ജോലികളുമാണ് ഇല്ലാതാവുന്നത് എന്ന് ഓർക്കുന്നില്ല. പുഴയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. വരും തലമുറക്ക് പുഴയും കാടും മലയും കുന്നും എല്ലാം നമ്മൾ സംരക്ഷിച്ചു വെക്കണം. എല്ലാവർക്കും അതിന് കഴിയുകയും മുന്നിട്ടിറങ്ങുകയും വേണം. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ നമ്മളൊരു വിശകലന കുറിപ്പാണ് തയ്യാറാക്കേണ്ടത്. ഇനി ഇതിലെ B പ്രവർത്തനം മാതൃക പോലെ മാറ്റി എഴുതാനാണ്. മര പ്ലസ് പലക മരപ്പലക, വെള്ള പ്ലസ് പരപ്പ് വെള്ളപ്പരപ്പ്. ഓക്കെ, അപ്പോൾ ഇവിടെ വെള്ള പ്ലസ് പരപ്പ് എന്നാണ് നമ്മളവിടെ എഴുതി കൊടുക്കേണ്ടത്. പ്രവർത്തനം 4 ഉപന്യാസമാണ്. കെട്ടുകല്യാണം അനാചാരമാണെന്നും അതിനു വേണ്ടിയുള്ള ആർഭാടവും ധൂർത്തും ഉപേക്ഷിക്കണമെന്നും ശ്രീനാരായണ ഗുരു ജനങ്ങളോട് പറഞ്ഞത് നാം പാഠഭാഗത്ത് കണ്ടല്ലോ. ഇന്നത്തെ കാലത്ത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന വിവാഹാഘോഷങ്ങളിൽ സ്ത്രീധനം ഉൾപ്പെടെ അനാവശ്യമായ ആർഭാടവും ധൂർത്തും അതുമൂലമുണ്ടാകുന്ന ദുരന്തങ്ങളും നാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട്. വിവാഹാഘോഷങ്ങളിലെ അനാവശ്യ ആഡംബരം എന്ന വിഷയത്തിൽ ഉപന്യാസം തയ്യാറാക്കാനാണ് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ സമകാലിക സമയത്ത് അഥവാ ഇന്നത്തെ സാഹചര്യത്തിൽ എങ്ങനെയൊക്കെയാണ് ഈ ഒരു വിവാഹം ആർഭാടം അല്ലെങ്കിൽ ധൂർത്തായിട്ട് മാറുന്നത് എന്നതാണ് നമ്മളവിടെ എഴുതേണ്ടത്. വിവാഹാഘോഷങ്ങളിലെ അനാവശ്യ ആഡംബരം എന്ന് വേണമെങ്കിൽ നിങ്ങൾക്കിതിനെ തലക്കെട്ട് കൊടുക്കാവുന്നതാണ്. ഇന്ന് വിവാഹം എന്ന മഹനീയ സംഭവം ധൂർത്തും ആഡംബരവും ആയിക്കൊണ്ടിരിക്കുന്നു. 3-4 ദിവസങ്ങളിൽ മൈലാഞ്ചി, ഹൽദി തുടങ്ങി പല പേരുകളിലും ആഘോഷങ്ങൾ പൊടിപൊടിക്കുകയാണ്. മറ്റുള്ളവരുടെ മുന്നിൽ ആഡംബരം കാണിക്കാനുള്ള ഒരു അവസരമായിട്ടും ഇതിനെ കാണുന്നവരുണ്ട്. ഒരാൾ ചെയ്താൽ അതിനേക്കാൾ ഗംഭീരമായി താൻ ചെയ്യണമെന്നുള്ള ധാരണയാണ് സമൂഹത്തിൽ ഇന്നുള്ളത്. അതിനുവേണ്ടി ലക്ഷങ്ങളും കോടികളും മുടക്കാൻ ആർക്കും കുഴപ്പമില്ല. വളരെ ലളിതമായി 2 കുടുംബങ്ങൾ തമ്മിൽ നടത്തേണ്ട പരിപാടികളെയാണ് ഇന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിൽ ധൂർത്തിലൂടെ കാണിക്കുന്നത്. എത്രയോ പാവപ്പെട്ട ആളുകൾ ഒരു നേരത്തിന് ഭക്ഷണമില്ലാതെ ഇരിക്കുന്ന സാഹചര്യം നിലനിൽക്കുന്ന ഇന്നത്തെ കാലത്ത് ഇത്തരത്തിലുള്ള ധൂർത്ത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തതാണ്. മാറ്റം വരേണ്ട ഒരു മേഖല തന്നെയാണിത്. മാറ്റമുണ്ടായാൽ മാത്രമേ അനാവശ്യമായിട്ടുള്ള ചെലവുകളെ നിയന്ത്രിക്കാൻ സാധാരണക്കാർക്കും സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് എന്താണോ ഇതിനെക്കുറിച്ച് പറയാനുള്ളത് ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഇനി നമുക്ക് പ്രവർത്തനം 5 നോക്കാനുള്ളത്. അതിലെ A വർണ്ണനയാണ്. സന്ധ്യക്ക് ആകാശത്ത് മേഘങ്ങൾ പല ചിത്രങ്ങൾ വരയ്ക്കുന്നു. പക്ഷികൾ കൂട്ടിലേക്ക് മടങ്ങണമെന്നും മോഹിച്ചിട്ടും പറന്നു മതിയാകാതെ പിന്നെയും പറ്റുന്നു. കളിച്ചു മതിയാകാതെ കുട്ടികളെ പോലെ ഇനി നിങ്ങൾ പോകൂ, ഇരുട്ടാകുന്നു എന്ന് കടൽ ഓർമ്മിപ്പിക്കുന്നു. എന്നിട്ടും ജനക്കൂട്ടം കടൽക്കരയിൽ തന്നെ തുടരുന്നു. സന്ധ്യാനേരത്തെ കടൽ തീരത്തെക്കുറിച്ചുള്ള ഒരു വർണ്ണനയാണിത്. ഇരുവശവും നിറയെ പൂത്തുലഞ്ഞ മരങ്ങളുള്ള ഒരു നാട്ടിടവഴിയുടെ പ്രഭാത കാഴ്ചയെക്കുറിച്ച് വർണ്ണന തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അവിടെ എന്തൊക്കെ കാഴ്ചകളാണോ കാണുന്നത് എന്നതൊക്കെയാണ് അവിടെ എഴുതേണ്ടത്. അപ്പോൾ കൂട്ടുകാരെ നിങ്ങളുടെ ഭാഷയിൽ അതൊന്ന് എഴുതി നോക്കുക. ഇനി ഇതിലെ B ചോദ്യം, വിക്ടോറിയ വെള്ളച്ചാട്ടം എന്ന പാഠഭാഗം SK പൊറ്റക്കാടിൻ്റെ ഏത് കൃതിയിൽ നിന്നെടുത്തതാണ്? പാതിരാ സൂര്യൻ്റെ നാട്ടിൽ, കാപ്പിരികളുടെ നാട്ടിൽ, നെയിൽ ഡയറി. ഏതിൽ നിന്നാണ്? കാപ്പിരികളുടെ നാട്ടിൽ നിന്ന് എടുത്തതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും അവരുടെ ആൻസേഴ്സും നമ്മൾ നോക്കി. അപ്പോൾ കൂട്ടുകാർക്കെല്ലാം മനസ്സിലായിട്ടുണ്ടാകും. ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ നോക്കാവുന്നതാണ്. ഉടൻ തന്നെ ആ വീഡിയോയും കൂടെ നമ്മൾ അപ്ലോഡ് ചെയ്യും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നല്ല മാർക്ക് തന്നെ ലഭിക്കട്ടെ. ഓൾ ദ ബെസ്റ്റ്. താങ്ക്സ് ഫോർ വാച്ചിങ്.